എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫാക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. ഞാൻ ചോദിച്ചത്, അള്ളാഹു ഒരു അധികാരം ഒരു ഔലിയാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ കൊടുത്ത ഔലിയായിന് പിന്നീട് അയ്മനെ ഒന്നും ചെയ്യാൻ പറ്റൂല. എങ്ങനെ അള്ളാഹ്ക്ക് പിന്നെ ഈ ഔലിയായിന്റെ കൈമൂലം ഒന്നും പറയാൻ പറ്റൂല. ആ അധികാരം അയാൾ കൊടുത്തുപോയി. കാരണം ഏതുപോലെ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് എന്റെ അധികാരം കൊടുത്ത ആൾക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ? ശരിയാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് എന്താണ് പറയുന്നത്. ഇല്ലില്ല, അതേമാതിരിയാണ്. അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് കൈമല ഒന്നും പറയാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് അങ്ങനെയാണുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ വിശ്വാസം, അത് നിങ്ങളുടെ സംസ്ഥാന എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫാക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. ഒരാൾക്ക് ഒരു അധികാരം അള്ളാഹു കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിന് അള്ളാഹുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അത്